ഇതൊരു ലോഡ്, ഇത് വേറൊരു ടൈപ്പ് ലോഡ്. ഇതാണ് എൻ്റെ വണ്ടിയെ കയറ്റിയിരിക്കുന്ന ലോഡ്. കോയിൽ ഇപ്പം ഞാൻ ചെയിന് ലൂസായിട്ട് ഇട്ടേക്കണത്, ടൈറ്റ് ചെയ്തിട്ടില്ല. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ പറയണ്ടേ, ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. വീണ്ടും കോയിലും TMTയും ഷീറ്റും ഇങ്ങനെയുള്ള ഒരു യുദ്ധത്തിലേക്ക് വീണ്ടും കയറുന്നു. ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം പറയുന്നതാണ്. ഇപ്പം ഇതിപ്പോൾ കയറ്റിയിരിക്കുന്നത് കോയിലാണ്. ഇത് ഇച്ചിരി വില കൂടിയ കോയിലാണിത്. ഇത് പ്ലെയിൻ ആയിട്ടുള്ളതായിരിക്കില്ല, ഇതിനകത്ത് പൗഡർ കോട്ടഡ് ആയിട്ടുള്ള കോയിലായിരിക്കും ഇതിനകത്തുള്ള ഷീറ്റ് തന്നെ. ഷീറ്റ് മീൻസ് നമ്മുടെ ഈ GI ഷീറ്റ് ഉണ്ടല്ലോ, റൂഫിംഗ് ഷീറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അതിങ്ങനെയാണ് വരുന്നത്. ഹോൾസെയിൽ വരുമ്പോൾ ഇങ്ങനെ കോയിലായിട്ട് വരിക. എന്നിട്ട് ഇതിനെ കൊണ്ടുപോയിട്ടാണ് വീണ്ടും ഇതേമാതിരി റൂഫിംഗ് ഷീറ്റായിട്ട് മാറ്റുന്നത്. ഇതിൻ്റെ പുറത്തുകൂടി ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്, അകത്ത് ഇതിൻ്റെ ഷീറ്റ് വരും. അങ്ങനെയാണ് ഇതൊരെണ്ണം 2, 3, 2 വലുതും ഒരു ചെറുതുമാണത്. ഓക്കെ, ഇതാണ് കയറ്റി ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സെക്യൂർ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിങ്ങനെ ചെയിനകത്ത് ക്രോസായിട്ട് ചെയിൻ ഇടുന്നു. ഈ സൈഡിൽ ഇതിന് ഡി ഷാക്കിൾ എന്ന് പറയും, 2 ഇടും. ഇതിൻ്റെ നടുക്ക് ചെയിൻ ഇട്ട് അവിടെ നിന്ന് ചെയിൻ വലിച്ച് ടൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതേമാതിരി. ഇത് ബാക്കിലത്തെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതാ ഇവിടെയും അതേമാതിരി തന്നെയാണ് ചെയിനിട്ട് ഡി ഷാക്കിൽ ഒരെണ്ണം ഈ സൈഡിൽ നിന്നുള്ളത്. അതായത് ഈ ഇതിന് അപ്പുറത്തെ സൈഡിൽ ഞാൻ ടൈറ്റ്നർ ഇട്ടിട്ടുണ്ട്. ഇതിന് ഈ സൈഡിൽ ടൈറ്റ്നർ, ഇതിന് ഈ കോയിലിന് ആ സൈഡിലാണ് ടൈറ്റ്നർ ഇട്ടണത്. ഈ ചെറിയ കോയിലിന് ഇപ്പുറത്തെ സൈഡിലും. എന്ന് വെച്ചാൽ എക്സ് മാറി ഇടുമ്പോൾ ഒരു ടൈറ്റ്നർ ഇപ്പുറത്തെ സൈഡിലും ഒരു ടൈറ്റ്നർ അടുത്ത സൈഡിലും അപ്പുറത്തെ സൈഡിലുമാണ് ഇടുക. രണ്ടും ഒരു സൈഡിലിട്ട് കഴിഞ്ഞാൽ അത് ടൈറ്റ് ആവാനായിട്ട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പുറത്തെ സൈഡിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലുള്ളത് ഒരെണ്ണേ ഉള്ളൂ കോയിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ടും പുറകോട്ടും വലിച്ചിടുന്ന മാതിരി, അതും 2 സൈഡിൽ നിന്നാണ് ടൈറ്റ്നർ ഇടുള്ളൂ. ഒരെണ്ണം ഈ സൈഡിലും ഒരെണ്ണം അപ്പുറത്തെ സൈഡിലുമായിട്ട് ടൈറ്റ്നർ ഇട്ട് ചെയിൻ ഇങ്ങനെ ടൈറ്റ് ചെയ്യും. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഇങ്ങനെ ആദ്യമൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആദ്യമായിട്ട് ഇതേമാതിരി ഈ TMT ഈ കോയിലൊക്കെ കയറ്റി കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയിൻ ഇടുന്നതെന്ന് ചെയ്യുന്നവർക്ക്. ഇപ്പുറത്ത് ഒരു ക്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ സൗണ്ട് വരുന്നത്. ഇങ്ങനെയാണ് ചെയിൻ ഇട്ട് ടൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ലോഡ് വന്നിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഇങ്ങോട്ടേക്കാണ്, തൂത്തുക്കുടിക്കുള്ള ലോഡാണിത്. ഞാൻ ഇതിൻ്റെ ബില്ല് വരണം. ഇതിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഈ നമ്പർ ഫോട്ടോ എടുത്ത് കൊടുത്തു കഴിയുമ്പം അവർ ബില്ല് തരും. എന്നിട്ട് ഇത് ചെയിനൊക്കെ ടൈറ്റ് ചെയ്യണം. ഇതിനകത്ത് പടുതയിട്ട് മൂടണം. പടുതയിട്ട് മൂടിയാലാണ് ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവിടെ ഡെലിവറിക്ക് മുമ്പ് സാധനം പടുതിട്ട് മൂടിയിട്ടുണ്ടാവണം. പടുത ഇവിടെ ഇരിക്കണം. അതിൻ്റെ 2 കണ്ടോ, ഒരെണ്ണം അതിലിടും, ഒരെണ്ണം ഇതിലിടും. എന്നിട്ട് മൂടിയിട്ട് വേണം ഇത് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇതിന് ബെൽറ്റ് ഇടണം, ചെയിനും ഇടണം. ചെയിനിട്ട് കോയിൽ ടൈറ്റ് ചെയ്യണം. കൂടാതെ പടുത ഇട്ടതിന് ശേഷം ബെൽറ്റ് ഇട്ടും ടൈറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളത്. അതൊക്കെ ഇച്ചിരി പണി കൂടുതലുള്ള പണിയാണ്.